ഈശോനും മാതാവിനും ഒത്തിരി നന്ദി. എൻ്റെ പേര് മീനു മാത്യു. ഞാൻ എറണാകുളം ശാന്തിനഗർ സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് ഇടവകമാണ്. എൻ്റെ മകൻ്റെ പേര് ഹെയ്ഡൻ മനു. ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുത്തത് 2019 നവംബർ 6-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടിയിൽ ആദ്യം വെച്ച എൻ്റെ മകൻ്റെ കാര്യമാണ്. എൻ്റെ മകൻ സംസാരിക്കില്ലായിരുന്നു. അവൻ 4 വയസ്സ് വരെ സംസാരിക്കില്ലായിരുന്നു. അതായത് ഒരു വാക്കൊക്കെ അവൻ സംസാരിക്കുള്ളൂ. അമ്മയെന്നൊക്കെ മാത്രമേ എന്നെ വിളിക്കുകയുള്ളായിരുന്നു. എനിക്കപ്പോൾ ഭയങ്കര പ്രയാസമാണ്. അവൻ്റെ പ്രായത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങളും കൂട്ടിയൊക്കെ സെൻറ്റൻസായിട്ടൊക്കെ സംസാരിക്കാൻ തുടങ്ങിയിട്ടും അവൻ സംസാരിക്കണില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ വെച്ചൊരു കാര്യമാണ് കൊച്ച് സംസാരിക്കുക എന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടിയിൽ വന്ന് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഞാനും എൻ്റെ ഭർത്താവും കുഞ്ഞുമായിട്ട് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ജോസഫ് അച്ഛൻ നടന്നു പോവുകയായിരുന്നു. അങ്ങനെ എൻ്റെ ഭർത്താവും ഞാനും ഓടിച്ചെന്ന് അച്ഛനോട് പറഞ്ഞു, ഇവൻ സംസാരിക്കണില്ല അച്ഛാ എന്ന് പറഞ്ഞു. അങ്ങനെ ജോസഫ് അച്ഛൻ എൻ്റെ കുഞ്ഞിൻ്റെ തൊണ്ടയിൽ കൈകൾ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ് അവനെ ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞ് അവനിനി സംസാരിച്ചോളൂ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് എല്ലാ ദിവസവും പ്രത്യക്ഷ പ്രാർത്ഥനയിൽ അവനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അതുകൂടാതെ അവന് എല്ലാ ദിവസവും നേർച്ച വസ്തുക്കളായ അമ്മയുടെ ഉടമ്പടി തൈലവും തേനും ഉപ്പും എല്ലാം കൊടുക്കുമായിരുന്നു. അവന് മരുന്ന് പോലെയാണ് എല്ലാ ദിവസവും അവന് അത് കൊടുത്തത്. അങ്ങനെ അവൻ സംസാരിക്കാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ അവനെ സ്കൂളിൽ ചേർത്ത്. 4 വയസ്സിന് ശേഷമാണ് അവൻ സംസാരിച്ചത്. ഞാൻ അതിന് ശേഷം അവനെ സ്കൂളിൽ ചേർത്തു. അപ്പോൾ അവനെ LKGയിലെല്ലാം ചേർത്തപ്പോൾ അവൻ ഒട്ടും പഠിക്കാൻ ബുക്ക് എടുത്താൽ അവൻ നോക്കൂല, ബുക്കിലേക്ക് നോക്കുകയുമില്ല. അതുപോലെ തന്നെ പഠിക്കാൻ തുടങ്ങുമ്പോൾ അവൻ കരയാൻ തുടങ്ങും. അവനൊരു ശ്രദ്ധയില്ല. അങ്ങനെ അവൻ്റെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സിസ്റ്റർ പറഞ്ഞു, ഇവനെ കൊണ്ട് IQ ലെവൽ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞിനെ പ്രസവത്തിന് ശേഷം ഒരു കുഴപ്പമില്ലാതെ കിട്ടിയതാണ്. അങ്ങനെ ഇവനെ IQ ലെവലെല്ലാം ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ പേടിച്ചാണ് ഞാൻ പോയത്. അങ്ങനെ IQ ലെവൽ ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇവന് 2 വയസ്സിൻ്റെ കുറവുണ്ടെന്ന് പറഞ്ഞ്. എനിക്കിത് വീട്ടിലെല്ലാവരോടും പറഞ്ഞപ്പോഴും എനിക്ക് ഭയങ്കര പ്രയാസമായി. എന്ത് ചെയ്യും ഞാൻ? എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ 2 വയസ്സ് കുറവാണെന്നാണ് പറയുന്നത്. അങ്ങനെ മാതാവിനോട് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ച് ഇവന് ഉടമ്പടി വസ്തുക്കളായ തേനും ഉപ്പും അതുപോലെ തന്നെ തൈലവും കൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനുശേഷം ആ IQ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് കൊണ്ട് ഞങ്ങളിവിടെ വന്ന്, ഞാൻ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയായിട്ടാണ് വന്നത്. അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ജോസഫ് അച്ഛനെ കൊണ്ടുവന്ന് കാണിച്ച് ആ റിപ്പോർട്ട്. അങ്ങനെ കാണിച്ചപ്പോൾ അച്ഛൻ കൊച്ചിന് തലക്ക് പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ് ഇനി വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം ഞാൻ 2022 മസ്കറ്റിൽ ജോലിക്കായിട്ട് പോയി. അപ്പോൾ ഞാൻ എൻ്റെ അമ്മച്ചിയുടെ കയ്യിലാണ് കൊച്ചിനെ കൊടുത്തത്. എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. ഞാനിവിടെ ഇല്ലല്ലോ, അപ്പോൾ എങ്ങനെ ഇവനെ പഠിക്കും എന്നൊക്കെ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. അങ്ങനെ ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ വെച്ച് മാതാവിനോടും ഈശോനോടും ഒത്തിരി പ്രാർത്ഥിച്ച്, ഈശോയും മാതാവ് ഇനി വന്നേ പറ്റുള്ളൂ, എൻ്റെ കൊച്ചിനെ തൊടണം, ആ തൊട്ടാൽ മാത്രമേ ഉള്ളൂ എൻ്റെ കൊച്ച് സൗഖ്യപ്പെടുള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ കുഞ്ഞിനെ ഞാനാക്കി. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മച്ചി കൊച്ചിന് മാതാവിൻ്റെ കാശുരൂപം കൊന്തയിൽ ഇട്ട് കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ 2-3 ദിവസം എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ 2-3 ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞ് കുഞ്ഞ് പറഞ്ഞു എന്ന്, അവൻ സ്വപ്നത്തിൽ ഈശോനെ കണ്ട് ഈശോ വന്ന് അവൻ്റെ തലയിൽ നെറ്റിയിൽ വന്ന് എന്തോ എടുത്ത് കളഞ്ഞെന്ന് പറഞ്ഞവൻ. അങ്ങനെ അതിന് ശേഷമാണ് എൻ്റെ കുഞ്ഞ് പഠിക്കാനും അതുപോലെ തന്നെ അവന് വെറുതെ ഒരു വര മാത്രമേ വരക്കുള്ളായിരുന്നു ബുക്കിൽ. അങ്ങനെ ആയിരുന്നു കുഞ്ഞ്. ABCD ഒന്നും അവൻ അറിയില്ലായിരുന്നു. എങ്ങനെ ഞാൻ അവനെ പഠിപ്പിച്ചെടുക്കുമെന്ന് പോലും ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു.
അങ്ങനെ അവനെ ഓരോ അക്ഷരങ്ങളും എൻ്റെ അമ്മച്ചി പഠിപ്പിക്കാൻ തുടങ്ങി. അത് എന്നും മാതാവിൻ്റെ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഉടമ്പടി തൈലവും തേനും ഉപ്പും എല്ലാം കൊടുത്താണ് അവനെ പഠിപ്പിക്കാനിരുത്തുന്നത്. അവന് ആ സമയത്ത് ഭയങ്കര കരച്ചിലും അതുപോലെ തന്നെ ഛർദ്ദിക്കാൻ വരലും അങ്ങനെയൊക്കെ അവൻ കാണിക്കുമായിരുന്നു പഠിക്കുന്ന ബുക്ക് എടുക്കുമ്പോൾ. പക്ഷേ അതിനുശേഷം എൻ്റെ കുഞ്ഞ് പ്രാർത്ഥിക്കണതിൻ്റെ ഫലമായി മാതാവ് എൻ്റെ കുഞ്ഞിന് അക്ഷരങ്ങൾ പെട്ടെന്ന് എഴുതാനും അതുപോലെ തന്നെ ഞങ്ങൾ പിന്നെയും കൊച്ചിനെ സ്കൂളിൽ കൊണ്ടാക്കി. അവനാദ്യം അവിടെ നിന്ന് വിട്ടായിരുന്നു. അവർ പറഞ്ഞ് IQ ലെവലെല്ലാം ടെസ്റ്റ് ചെയ്ത് ഇങ്ങനെ കുറവാണെങ്കിൽ ഇപ്പോൾ പഠിപ്പിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് ഇങ്ങനെ മാതാവിൻ്റെ ഇത് പ്രാർത്ഥിച്ച് അക്ഷരങ്ങളെല്ലാം പഠിപ്പിച്ച് അവനെ സ്കൂളിൽ പിന്നെ അഡ്മിഷൻ എടുത്ത് ഞങ്ങൾ. അപ്പോൾ അവിടുത്തെ സിസ്റ്റർ പറഞ്ഞ് ഇവൻ പഠിക്കൂലല്ല, എങ്ങനെ ഇവനെ ഞാൻ ഒരു അഡ്മിഷൻ കൊടുക്കും? അപ്പോൾ അപ്പച്ചനും അമ്മച്ചിയും പറഞ്ഞ് ഇവനിപ്പോൾ പഠിക്കുന്നുണ്ട്, ഇവനൊരു കുഴപ്പവുമില്ല. അപ്പോൾ സിസ്റ്റർ പറഞ്ഞ് അന്നെങ്കിൽ ഇവൻ 1-ാം ക്ലാസ്സിൽ എടുക്കണമെങ്കിൽ അക്ഷരങ്ങൾ എഴുതിയാൽ മാത്രമേ ഇവൻ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ സിസ്റ്റർ പറഞ്ഞ പ്രകാരം ഇവൻ അക്ഷരങ്ങളെല്ലാം എഴുതി. എല്ലാ സിസ്റ്ററും അവനെ പറഞ്ഞ സിസ്റ്റർമാരെല്ലാം അത്ഭുതപ്പെട്ട് ഇവൻ ഇപ്പോൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്നൊക്കെ അവർ പറഞ്ഞ് അങ്ങനെ അഡ്മിഷൻ തന്ന ശേഷം ഇപ്പോൾ അവൻ സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ നല്ല കുട്ടിയായിട്ട് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാനിവിടെ വന്നിട്ട് അമ്മ മാതാവിൻ്റെ റാലിയിൽ പങ്കുചേരുകയും അതുപോലെ ഇപ്പോൾ അവൻ നല്ല മാർക്കോടെ മിഡ് ടേം എക്സാമിന് അവന് 2-3 മാർക്കേ കുറയുന്നുള്ളൂ. കാരണം ഞാൻ അതുപോലും പ്രതീക്ഷിക്കാത്ത അപ്പുറത്ത് എൻ്റെ മാതാവ് എൻ്റെ മോന് ഇത്ര അനുഗ്രഹം കൊടുത്ത് മാതാവ് അനുഗ്രഹിച്ച് മാതാവിനും ഈശോനും ഒത്തിരി നന്ദി. രണ്ടാമത്തെ സാക്ഷ്യമാണ് എനിക്കൊരു ജോലി. ഞാൻ അമ്മ മാതാവിനെ എഴുതിയത് എനിക്ക് OET പാസ്സാവണമെന്നായിരുന്നു. എനിക്കൊരു നല്ലൊരു പുറത്തേക്ക് പോകാനൊരു ജോലി. ഇവിടെ ജോലി ചെയ്താലും ശമ്പളം എല്ലാം കുറവാണ്. ഇത് വെച്ച് എൻ്റെ കൊച്ചിൻ്റെ കാര്യം നോക്കണം, പിന്നെ അതുപോലെ വീട്ടിലെ കാര്യം നോക്കണം. ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ എനിക്കൊരു പുറത്തേക്ക് പോകാനൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ OETക്ക് വേണ്ടി പഠിച്ചിട്ട് എനിക്ക് സ്കോർ എപ്പോഴും കുറവായിരിക്കും. ഞാനങ്ങനെ ഈ ലോ സ്കോർ വെച്ച് UK സീനിയർ കെയർ വിസ കെയർ ഗിവറായിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാനൊരു നേഴ്സാണ്, എനിക്കൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്യണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. പക്ഷേ ഞാനങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് അതും ക്യാൻസലായി പോയി. അതിനുശേഷം ഞാനൊരു ദിവസം 3 മണിയായപ്പോൾ വൈകിട്ട് മാതാവിൻ്റെ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലുകയും എനിക്കൊരു ജോലി, എനിക്ക് എന്തെങ്കിലും മതി മാതാവേ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജോലി മതി, ഒരു കൊന്തയും ഞാൻ ചൊല്ലി. അതിനുശേഷം എൻ്റെ ചേച്ചി മസ്കറ്റിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, നീ വാ, കുഴപ്പമില്ല, ഞാൻ നിന്നെ വിസിറ്റിംഗ് വിസയെ കൊണ്ടുവരാം. ഇപ്പോൾ ഇവിടെ ജോലി ഗവൺമെൻറ് ഗവൺമെൻറ്റിൽ നേഴ്സായിട്ട് ഇപ്പോൾ എടുക്കുന്നുണ്ട്, അപ്പോൾ നീ വാ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ചേച്ചി എന്നെ കൊണ്ടുവരികയും അതുപോലെ തന്നെ താമസിക്കാനുള്ള അവരുടെ വീട്ടിൽ തന്നെ എന്നെ നിർത്തി. എൻ്റെ എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ എൻ്റെ ചേച്ചിയും ചേട്ടനും കൂടെ നിന്ന് എന്നെ പ്രാർത്ഥിച്ച്, എനിക്കിപ്പം ഞാൻ സമയത്തൊക്കെ ഇത്തിരി ഉഴപ്പിയിട്ടുണ്ട് പ്രാർത്ഥിക്കാനൊക്കെ. എന്നിട്ട് എൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞു തരും, നീ പ്രാർത്ഥിക്കണം, നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ നിനക്ക് എന്തായാലും ഈ ജോലി നിനക്ക് കിട്ടും. അങ്ങനെ എന്നെ പ്രോമെട്രിക് എക്സാമിനും എന്നെ എക്സാം എഴുതിപ്പിച്ചു. അപ്പോഴും ഞാൻ 2 പ്രാവശ്യം ഞാൻ ഫെയിലായി. അതിനുശേഷം ഞാൻ 3-ാമത്തെ പ്രാവശ്യം എൻ്റെ മാതാവ്, ഞാൻ ഒരുപാട് കൊന്ത ചെല്ലുകയും പ്രദക്ഷിണ പ്രാർത്ഥന ചെല്ലുകയും ബൈബിൾ വായിക്കാനെല്ലാം തുടങ്ങിയപ്പോൾ എൻ്റെ മാതാവ് എൻ്റെ എക്സാം വളരെ സ്മൂത്തായിട്ട്, എനിക്ക് അറിയാൻ പാടില്ല അതുപോലെ തന്നെ സ്മൂത്തായിട്ട് എൻ്റെ എക്സാം പാസ്സാക്കി. പിന്നെ എനിക്ക് ഇൻ്റർവ്യൂ, അത് തന്നെ എനിക്ക് പെട്ടെന്ന് ഇൻ്റർവ്യൂവും വന്ന് ഇൻ്റർവ്യൂവിൽ ഞാൻ പ്രാർത്ഥിച്ചു പോയി, എനിക്ക് മാതാവ് ഈശോയും തന്നെ വന്ന് എന്നെ ഒന്ന് ഇൻ്റർവ്യൂ എടുക്കണേ. എനിക്ക് അറിയില്ല ഒന്നും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഒരു അറബി സ്ഥലമാണ്. ഞാൻ എന്ത് പറയും, എന്ത് ക്വസ്റ്റ്യൻ ആയിരിക്കും അവർ ചോദിക്കണം. കാരണം ഞാൻ ജോലി ചെയ്തത് കുറച്ച് ഹോസ്പിറ്റലിലും അതുപോലെ ക്ലിനിക്കിലൊക്കെ ആയിട്ടാണ് ഞാൻ ജോലി ചെയ്തത്. അപ്പോൾ എനിക്ക് അധികം ഒരു എക്സ്പോഷറൊന്നുമില്ല. എന്തൊക്കെയായിരിക്കും ചോദിക്കണത് എനിക്കൊന്നും അറിയില്ല, ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ
അവിടെ എന്നെ എനിക്ക് ചോദിച്ചത് ഒമാനീസായ ഒരു മെയിലും ഒരു ഫീമെയിലായിട്ടുള്ള അവരാണ് എന്നോട് ഇൻ്റർവ്യൂവറാണ് ചോദിച്ചത്. അങ്ങനെ എനിക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസാണ് എന്നോട് ആകെ 3 ക്വസ്റ്റ്യനെ എന്നോട് ചോദിച്ചുള്ളത്. അതെനിക്ക് അറിയുന്ന ക്വസ്റ്റ്യനാണ് എൻ്റെ ഈശോയും എൻ്റെ മാതാവും എന്നോട് ചോദിച്ചത്. അതുപോലെ എനിക്ക് പാസ്സാകുകയും അപ്പം തന്നെ അവരെന്നോട് പറഞ്ഞു പാസ്ഡ് എന്ന്. അതിനുശേഷം അവിടെ എല്ലാവരും പറയും ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടുന്നെങ്കിൽ ഒരു 6 മാസമൊക്കെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് 6 മാസമൊക്കെ നോക്കിയിരിക്കണം. പക്ഷേ എൻ്റെ മാതാവ് എനിക്ക് പിറ്റേ മാസം തന്നെ എനിക്ക് മെയ്യിലായിരുന്നു എനിക്ക് ഇൻ്റർവ്യൂവും അതുപോലെ തന്നെ എക്സാമും. പക്ഷേ എനിക്ക് ജൂൺ 26 തന്നെ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റി. ഇപ്പം ഞാൻ നല്ലൊരു ഹോസ്പിറ്റലാണ് ഒമാനിൽ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ എൻ്റെ കൂടെ ജോലി ചെയ്യണതിൽ ഞാനാണ് ഏറ്റവും ലോ ആയിട്ട് എക്സ്പീരിയൻസ് കുറഞ്ഞ ഒരാൾ. ബാക്കി എല്ലാവർക്കും നല്ല എക്സ്പീരിയൻസ് ആണ്. പക്ഷേ എൻ്റെ മാതാവ് എന്നെ നല്ലതോടെ എന്നെ നിർത്തിയേക്കണം അവിടെ. എനിക്ക് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ഞാൻ എന്ത് ചെയ്യും. എനിക്ക് ഭയങ്കര അവിടെ 3 മാസം നമുക്ക് നമ്മുടെ കൂടെ ട്രെയിനറിൻ്റെ കൂടെ നിർത്തും, എന്നിട്ടേ നമ്മളവിടെ ജോലിക്ക് എടുക്കുകയുള്ളൂ. അപ്പോൾ അവിടെ ആ 3 മാസം എനിക്ക് ഒരുപാട് പേടിയായിരുന്നു. എനിക്ക് അറിയില്ല, കുറേ ഉണ്ട്, ഭയങ്കര പാടാണ്. ഞാൻ എന്ത് ചെയ്യും മാതാവേ? എല്ലാവരും ഭയങ്കര സ്പീഡിലൊക്കെ ചെയ്യണം, കാരണം നമ്മുടെ നാട്ടിലെ പോലെയുമല്ല, ഒത്തിരി ചെയ്യാനുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ മാതാവ് എനിക്ക് എത്ര പേടിയാണെങ്കിലും ഞാൻ വീട്ടിൽ വിളിച്ച് പറയും, എൻ്റെ അപ്പച്ചനോടും അമ്മച്ചിനോടും പ്രാർത്ഥിക്കണം, എനിക്ക് നിൽക്കാൻ ഇവിടെ പറ്റണം. പക്ഷേ ഞാൻ ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ കൊന്തയിൽ കാശ് രൂപം കൊണ്ട് ഞാൻ മാതാവിൻ്റെ ഇത് കൊണ്ട് ഞാൻ കോട്ടിൻ്റെ അകത്ത് ഒരു പോക്കറ്റിൽ ഞാൻ എപ്പോഴും ഇടും. അത് ഇടാണ്ട് ഞാൻ പോകൂല. അതിട്ട് അതുപോലെ തന്നെ ഉടമ്പടി തൈലം കൊണ്ട് നെറ്റിയിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയുടെ പ്രത്യക്ഷ പ്രാർത്ഥനയും ചൊല്ലിയേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങോളൂ. എൻ്റെ ജോലിയെല്ലാം എനിക്ക് ഇപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും, ഒരു കുഴപ്പവുമില്ല. ഇത്രയും തന്ന എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഒത്തിരി നന്ദി. പിന്നെ എനിക്ക് കിട്ടിയ ഒരു രോഗസൗഖ്യമാണ്. എനിക്ക് ഒരു ഭയങ്കര അസഹനീയമായ വയറുവേദന ഉണ്ടായിരുന്നു. 2021 എനിക്ക് വയറുവേദന. എനിക്ക് എന്നും രാത്രി 1 മണിയാവുമ്പോൾ എനിക്ക് കറക്റ്റ് വയറുവേദന തുടങ്ങും. എനിക്ക് സഹിക്കാൻ പറ്റൂല. ഞാൻ കയ്യിൽ കൊന്ത പിടിച്ച് ഞാൻ കിടക്കുകയുള്ളൂ. ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവ് എനിക്ക് വയറുവേദന കൊണ്ട് എനിക്ക് ജോലിക്ക് പോയാൽ തന്നെ തിരിച്ചു വരണം. ഞാനവിടെ ക്ലിനിക്കിലാണ് ലാസ്റ്റ് വർക്ക് ചെയ്തത്. അപ്പം ഞാൻ ആ സാറിനോട് പറയും, സാറേ എനിക്ക് അവിടെ ഞാൻ ജോലിക്ക് കയറിയുള്ളൂ. അപ്പോൾ എനിക്ക് പേടി മനസ്സിൽ, എൻ്റെ ജോലി പോകുമോ. ഞാൻ എപ്പോഴും ഈ സാറിനോട് ഇങ്ങനെ പറഞ്ഞ് എന്ത് ചെയ്യും. പക്ഷെ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത വയറുവേദന കൊണ്ടാണ് ഞാൻ സാറിനോട് പറയേണ്ടത്, ഞാൻ ഇറങ്ങിക്കോട്ടെ, എനിക്ക് നിൽക്കാൻ പറ്റണില്ല. കാരണം അവിടെ ഒത്തിരി നേരം അസിസ്റ്റ് ചെയ്യണം ഡോക്ടറിന്. ഞാനപ്പോൾ എനിക്ക് പറ്റില്ല, വയറുവേദന കൊണ്ട് നിൽക്കാൻ പറ്റില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അങ്ങനെ ഞാൻ വൈകിട്ട് രാത്രിയാവുമ്പോൾ എനിക്ക് പേടിയാണ് കിടക്കാൻ തന്നെ. 1 മണിയാകുമ്പോൾ വയറുവേദന തുടങ്ങും. അങ്ങനെ ഞാൻ പേടിച്ച് അങ്ങനെ അപ്പം തന്നെ എൻ്റെ ഹസ്ബൻഡ് എന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ കഴിയുമ്പോൾ എനിക്ക് ആ പെയിൻ്റെ ഇഞ്ചക്ഷൻ കഴിയുമ്പോൾ എനിക്ക് വേദന കുറയും, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് എന്നാലേ എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞ് ഞാൻ ഒരു ഗ്യാസ്ട്രോ ഡോക്ടറെ മെഡിക്കൽ സെൻറ്ററിലാണ് ഞങ്ങളുടെ എറണാകുളത്ത് ഡോക്ടറിനെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് മാതാവ് ഞാൻ ഓർത്ത് എനിക്ക് മരുന്നൊന്നും വേണ്ട, കാരണം എനിക്ക് മാതാവിൽ വിശ്വാസമുണ്ട്. അങ്ങനെ ഞാൻ തീരുമാനിച്ച് ഞാൻ അന്ന് വൈകിട്ട് രാത്രിയായപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞ് എനിക്ക് മാതാവിൻ്റെ ഉപ്പ് മാത്രം മതി, ഇതുകൊണ്ട് എൻ്റെ വേദന മാറ്റണം, ഇനി ഒരിക്കലും എനിക്ക് വരരുത്. അങ്ങനെ ഞാൻ ഒരു ചെറിയ ഗ്ലാസ് വെള്ളത്തിൽ ഇച്ചിരി ഉപ്പിട്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് അന്ന് രാത്രി 1 മണിക്ക് പോലും ഞാൻ എണീറ്റില്ല. അതിന് മുന്നേ തന്നെ ഞാൻ കിടന്നുറങ്ങുകയും എനിക്ക് രാത്രി അന്ന് ആ വയറുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഴുത്ത വേദനയാണ് ആ വയറുവേദന. എനിക്ക് പേടിയാണ്. പക്ഷേ എനിക്ക് അത് കഴിഞ്ഞ ശേഷം മാതാവിൻ്റെ ഉപ്പ് അത് ഞാൻ മരുന്ന് പോലെ കഴിച്ചിട്ട് ഇന്ന് വരെ എൻ്റെ മാതാവ് അതെനിക്ക് വരുത്തിയിട്ടില്ല. മാതാവേ 1000 നന്ദി. എല്ലാ അനുഗ്രഹത്തിനും
യേശുവേ നന്ദി, യേശുവേ സ്തുതി. കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പം ആരെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ എനിക്ക് എന്നിൽ പറ്റുന്ന പൈസ കൊടുത്ത് ഞാൻ സഹായിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ സ്കൂൾ തുറക്കാൻ നേരത്ത് അവർക്ക് ബുക്കൊക്കെ പഠിക്കാനുള്ള ബുക്കിനുള്ള പണവും ഇതെല്ലാം ഞാൻ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാവിൻ്റെ പത്രം ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് കുരിശ് വരച്ച് ഞാൻ കൊടുക്കും. ഞാൻ പ്രാർത്ഥിക്കും, മാതാവേ ഇവർക്ക് എന്തെങ്കിലും എന്നിൽ നിന്ന് വാങ്ങിക്കണ ആർക്കാണെങ്കിലും അവരുടെ കുടുംബത്ത് സമാധാനവും അതുപോലെ തന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും നടത്തി കൊടുത്തണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചാണ് ആ പത്രം മാതാവിൻ്റെ പത്രം ഞാൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ നിന്ന് കാശ് രൂപം എൻ്റെ കൂടെ ജോലി ചെയ്യണവരുണ്ട്, അവർക്കെല്ലാം ഞാൻ കൊടുക്കും പ്രാർത്ഥിച്ച്. മാതാവേ നന്ദി, യേശുവേ നന്ദി. ജ്ഞാനത്തിൻ്റെ പുസ്തകം 10:21. ജ്ഞാനം മൂകരുടെ വായി തുറക്കുകയും ശിശുക്കളുടെ നാവ് സ്ഫുടമായി സംസാരിക്കാൻ കഴിവ് നൽകുകയും ചെയ്യുന്നു. യേശുവിൽ പ്രിയമുള്ളവരെ, മീനു മാത്യുവിൻ്റെ സാക്ഷ്യം ജീവനോടുകൂടി ആൾത്താരെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ സന്നിധിയിൽ കൊണ്ടുവന്നത് ഉടമ്പടിയോട് വിശ്വസ്തതയും വിശ്വാസവും സമർപ്പണവും സത്യസന്ധതയും വന്നപ്പോൾ ആ മോളുടെ കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി. ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗവും അവരുടെ വിശ്വാസം വർദ്ധിപ്പിച്ച് പരിശുദ്ധമ്മ ശക്തനായവരിൽ നിന്ന് വൻകാര്യം ചെയ്തു കൊടുക്കുകയാണ്. ഉടമ്പടി ജീവിതത്തിൽ നിങ്ങളും ഇതേപോലെ വിശ്വാസവും വിശ്വസ്തതയും സമർപ്പണവും സത്യസന്ധതയിൽ നിൽക്കുമ്പോൾ കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവർത്തികളിൽ കാരുണ്യവാനുമാണ്. കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു, നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ അമ്മ വഴി ഈശോ കൊടുത്ത വൻ കൃപകൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.